എത്തേറിയം 2.0 ഒരുപാട് നാളുകളായിട്ട് ക്രിപ്റ്റോ സ്പേസിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ എത്തേറിയം 2.0 എന്ന് പറയുന്നത്. സോ എന്താണ് ഈ എത്തേറിയം 2.0? എന്തിനാണ് ഇത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ആൻഡ് നിങ്ങളൊരു ഈതർ ടോക്കൺ ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ ഈ എത്തേറിയം 2.0 എന്ന് പറയുന്ന ഈ ഒരു പരിപാടി വരുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുമോ? ആൻഡ് എന്താണ് ഈ എത്തേറിയം 2.0 സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇത്തരം ഒരുപാട് സംശയങ്ങൾ എത്തേറിയം 2.0യുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ആ സംശയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എത്തേറിയം 2.0യെ കുറിച്ചിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മലയാളത്തിൽ എക്സ്പ്ലനേഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. EPNS ആണ്, എത്തേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. എന്താണ് EPNS എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി Web3 പ്രൊജക്റ്റ് ആണ്. എത്തേറിയം DeFi പ്രോട്ടോകോൾസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു Web3 ആപ്ലിക്കേഷൻ ആണ് ഈ EPNS എന്ന് പറയുന്നത്. ഇതിന്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, പോയി നോക്കാം. സോ എന്താണ് എത്തേറിയം 2.0 എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കുക, എത്തേറിയം ബ്ലോക്ക് ചെയിനകത്തുള്ള ഒരു അപ്ഗ്രേഡ് ആണ് എന്ന് മാത്രമാണ്. അതായത് ഒരു 10 കൊല്ലം മുൻപ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇതുപോലെയായിരുന്നോ? അന്ന് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. അതായത് അന്ന് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും അത് സോൾവ് ചെയ്ത് ഓരോ അപ്ഡേറ്റിലൂടെ സോൾവ് ചെയ്ത് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ട് ഈ ആപ്പുകൾ മാറിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കഴിയും തോറും അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ആ ഫോൺ മാറുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ മാറുകയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ എത്തേറിയം ബ്ലോക്ക് ചെയിനകത്തുള്ള പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആയിട്ട് എത്തേറിയത്തിനെ മാറ്റുക എന്നുള്ളൊരു പരിപാടിയാണ് ഈ എത്തേറിയം 2.0 എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഹരിക്കാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് പരിഹരിക്കാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ എന്തൊക്കെയാണ് നിലവിലുള്ള പ്രശ്നങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ആദ്യം തന്നെ എത്തേറിയം ബ്ലോക്ക് ചെയിനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രശ്നമായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് എനർജി കൺസംഷൻ ആണ്. ഓക്കെ, ഏകദേശം ഒരു 112 ടെറാവാട്ട് അവേഴ്സ് ഇലക്ട്രിസിറ്റിയാണ് പെർ ഇയറിൽ എത്തേറിയം കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അത് വളരെ വലിയൊരു പ്രശ്നമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള എനർജി കൺസംഷൻ തന്നെയാണ് എത്തേറിയത്തിനകത്തുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൂഫ് ഓഫ് വർക്ക് ആണ്. ഈ പ്രൂഫ് ഓഫ് വർക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം എനർജി എത്തേറിയം കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൂഫ് ഓഫ് വർക്ക് എന്നും എന്താണ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്നുമുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക, ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നേച്ചറുള്ള ഒരു പരിപാടിയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ ഉള്ള ആൾക്കായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വളരെ വലിയ രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് പവർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കമ്പ്യൂട്ടിംഗ് പവർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എത്തേറിയം ഏൺ ചെയ്യാനായിട്ടും അവിടെ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പൈസ ഉള്ളവൻ ഏറ്റവും മേലെയും പൈസ ഇല്ലാത്തവൻ താഴെ നിൽക്കുന്ന ഒരു പരിപാടിയാണ് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസത്തിലുള്ളത്. അത് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന എത്തേറിയം പോലെയുള്ള ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കുകളിൽ ഈ രീതിയിൽ ഒരു സെൻട്രലൈസ്ഡ് നേച്ചറിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെയാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നമായിട്ട് വരുന്നത് സ്കേലബിലിറ്റിയാണ്. സ്കേലബിലിറ്റിയെ പറ്റി പറയുന്നതിന് മുൻപേ തന്നെ എത്തേറിയം ഏത് രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, എത്തേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അടങ്ങുന്ന ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കാണ്. അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് എത്തേറിയം വേറൊരാൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു 10 എത്തേറിയം ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ നിന്നും ഒരു 5 എത്തേറിയം എനിക്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന ഈ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് മെംപൂൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്തായിരിക്കും പോയി കിടക്കുന്നുണ്ടായിരിക്കുക. ഈ മെംപൂളിൽ നിന്ന് വാലിഡേറ്റേഴ്സ് ആണ് ഓരോ ട്രാൻസ്ഫർ റിക്വസ്റ്റും എടുത്ത് വാലിഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. വളരെ വലിയൊരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ഒരേ സമയം ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വളരെ വലിയ രീതിയിലുള്ള ട്രാഫിക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രാഫിക് വരുമ്പോൾ കൂടുതൽ ഗ്യാസ് ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ ഗ്യാസ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എത്തേറിയം ഒട്ടും തന്നെ സ്കെയിലബിൾ അല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്കെയിലബിലിറ്റി എത്തേറിയത്തിൻ്റെ വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നത്. ഈ സ്കെയിലബിലിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അത് മൈക്രോ ട്രാൻസാക്ഷൻ ആണ്. അതായത് ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ, അതായത് ചെറിയ എമൗണ്ടുകൾ, ഇപ്പോൾ എനിക്കൊരു 10 രൂപയോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ 100 രൂപയൊക്കെ നിങ്ങൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വലിയ രീതിയിലുള്ള ഗ്യാസ് ഫീ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു 10 രൂപ അയക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1000 രൂപ ഗ്യാസ് ഫീ കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ട്രാൻസാക്ഷൻ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കെയിലബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മൈക്രോ ട്രാൻസാക്ഷൻസ് സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നമായിട്ട് വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നിലവിൽ എത്തേറിയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് EVM ആണ്, എത്തേറിയം വെർച്വൽ മെഷീൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ എത്തേറിയം വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് കാണാനൊന്നും സാധിക്കാത്ത ഒരു വെർച്വൽ കമ്പ്യൂട്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഈ വെർച്വൽ കമ്പ്യൂട്ടറിനകത്ത് ഈ എത്തേറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലുള്ള എല്ലാ നോഡുകളും ഉണ്ടായിരിക്കും. സോ ഇതിനകത്ത് നമുക്കൊരു സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു DApp ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് സോളിഡിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. നമ്മൾ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് സോളിഡിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എത്തേറിയം നെറ്റ്വർക്കിനകത്ത് നിങ്ങൾക്കൊരു സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോളിഡിറ്റി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പോൾ C++ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായാലും അത് പഠിച്ചിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എത്തേറിയത്തിനകത്ത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ഒരു ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ സോളിഡിറ്റി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് അവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെ പുതിയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ ഒരു നെറ്റ്വർക്കിലേക്ക് പുതിയ ഡെവലപ്പേഴ്സ് വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഒരു പ്രശ്നമായിട്ട്, അതായത് സോളിഡിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ എത്തേറിയത്തിൽ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇതൊക്കെയാണ് എത്തേറിയത്തിനകത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഓൾറെഡി പല ബ്ലോക്ക് ചെയിനുകളും വന്നിട്ടുണ്ട്. നിങ്ങൾ സോളാനയുടെ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ EOSനെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ എത്തേറിയം കില്ലേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. ഓക്കെ, ഈ എത്തേറിയത്തിൻ്റെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി എത്തേറിയം എങ്ങനെയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളെ എത്തേറിയം 2.0 എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ 5 പ്രശ്നങ്ങളും എത്തേറിയം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്? വളരെ സിമ്പിളാണ്. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെൻസസ് മെക്കാനിസത്തിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. നമുക്ക് പെട്ടെന്ന് പറയാൻ എളുപ്പമാണ്, പ്രൂഫ് ഓഫ് വർക്കിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുക എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് ഒരു ക്വിക്ക് പ്രോസസ്സ് അല്ല, അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു പ്രൂഫ് ഓഫ് വർക്കിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുക എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു വീടുണ്ട്, അത്യാവശ്യം നല്ലൊരു വീടുണ്ട്. ആ വീടിന് ഒരുപാട് പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുകയാണ്. ആ വീട് നിങ്ങൾ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് അതിൽ എക്സ്ട്രാ കുറച്ച് പണികളൊക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. നമ്മളൊരു സ്വിച്ച് ലൈറ്റ് കത്തുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും ആ കാര്യങ്ങൾ നടക്കില്ല. അതുപോലെ തന്നെയാണ് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് അത് മൊത്തത്തിൽ അങ്ങോട്ട് പുതിയ ഒരു ബ്ലോക്ക് ചെയിനിലേക്ക്, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു ബ്ലോക്ക് ചെയിനായിട്ട് ഇത് മാറ്റുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഘട്ടങ്ങളായിട്ടാണ് ഈ എത്തേറിയത്തിൻ്റെ 2.0 അപ്ഗ്രേഡ് നടക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ് 0 എന്ന് പറയുന്ന ബീക്കൺ ചെയിനും ഫേസ് 1 എന്ന് പറയുന്ന മെർജിങ്ങും ഫേസ് 1.5 എന്ന് പറയുന്ന ഷാർഡിങ്ങും ഫേസ് 2 എന്ന് പറയുന്ന ഫൈനൽ അപ്ഗ്രേഡ് ആയിട്ടുള്ള എത്തേറിയം 2.0. സോ ഈ ഓരോ ഫേസുകളിലും എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങളോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള ബീക്കൺ ചെയിനിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു വീട് പണിയുന്ന കാര്യം പറഞ്ഞല്ലോ, ഓൾറെഡി ഉള്ള ഒരു വീട് പുതുക്കി പണിയുന്ന കാര്യം പറഞ്ഞല്ലോ. സോ അങ്ങനെ ആ വീട് പുതുക്കി പണിയുമ്പോൾ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഷെഡ് കെട്ടാണ്. ഒരു ഷെഡ് കെട്ടിയിട്ട് ആ വീടിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ അതിലേക്ക് മാറ്റാണ്. ആ ഒരു പരിപാടി തന്നെയാണ് ബീക്കൺ ചെയിനും ചെയ്യുന്നത്. അതായത് പ്രൂഫ് ഓഫ് വർക്കിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുമ്പോൾ വാലിഡേറ്റേഴ്സ് ആവാനായിട്ട് താല്പര്യമുള്ള ആളുകൾ കുറച്ച് എത്തേറിയം ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എത്തേറിയം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയിനാണ് ഈ ബീക്കൺ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് 0 എന്ന് പറയുന്നത് ഈ ബീക്കൺ ചെയിനാണ്. ബീക്കൺ സ്കാൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇനിയുള്ളത് ഫേസ് 1 ആണ്, മെർജിങ് ആണ്. എന്താണ് ഈ മെർജിങ് എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്തേറിയം മെയിൻ നെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബീക്കൺ ചെയിനുമായിട്ടുള്ള ഒരു മെർജിങ് ആണ്. അത് രണ്ടും കൂടെ ഒന്നാവുന്ന ഒരു പരിപാടിയാണ് ഈ ഫേസ് 1 സംഭവിക്കുന്നത്, മെർജിങ് എന്ന് പറയുന്ന ഫേസിൽ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് വരുന്നത്, ഫേസ് 1.5 ഷാർഡിങ് എന്ന് പറയുന്ന ഫേസ്.
ഈ ഷാഡിംഗ് എന്ന് പറയുന്ന ഫേസും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. ആ സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കാണ്, ഒരുപാട് ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ബില്ല് അടിക്കാനായിട്ട് അല്ലെങ്കിൽ ബില്ല് പേ ചെയ്യാനായിട്ട് ഒരൊറ്റ കൗണ്ടർ മാത്രമേ ആ സൂപ്പർ മാർക്കറ്റിനുള്ളൂ. അപ്പോൾ എല്ലാ ആളുകളും സാധനങ്ങൾ വാങ്ങി ബില്ല് പേ ചെയ്യാനായിട്ട് വരുമ്പോൾ വളരെ വലിയ ഒരു ക്യൂ അവിടെ ഫോം ആവും. അപ്പോൾ ഒരുപാട് സമയം ആളുകൾ ആ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും അവർക്ക് സാധനങ്ങൾ വാങ്ങി അല്ലെങ്കിൽ ബില്ല് പേ ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് ആ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് കൗണ്ടേഴ്സ്, ഒരു 10 കൗണ്ടറെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് സാധനം വാങ്ങി ബില്ല് പേ ചെയ്ത് സാധനവും കൊണ്ട് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു പരിപാടിയാണ് ഈ ഷാഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. 63 ഷാർഡ് ചെയിനുകളായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുക. 63 ഷാർഡ് ചെയിനുകളും നേരത്തെ മെർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെയിൻ ഉണ്ടല്ലോ, ബീക്കൺ ചെയിനും എതേറിയം മെയിനെറ്റുമായിട്ടുള്ള ഒരു മെർജിങ് നടന്നിട്ടുള്ള ഒരു ചെയിൻ ഉണ്ടല്ലോ. അങ്ങനെ ടോട്ടൽ 63 + 1 64 ചെയിനുകളായിരിക്കും ഈ ഘട്ടം കഴിയുന്നതോട് കൂടിയിട്ട് എതേറിയം ബ്ലോക്ക് ചെയിനകത്ത് ഉണ്ടായിരിക്കുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ്. ആ ഫേസ് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ ഫൈനൽ അപ്ഗ്രേഡ് ആയിട്ടുള്ള എതേറിയം 2.0 എന്ന് പറയുന്നത്. എതേറിയം കംപ്ലീറ്റ്ലി ഒരു പുതിയ നെറ്റ്വർക്കായിട്ട്, ഒരു പുതിയ കുട്ടിയായിട്ട് എതേറിയം മാറിയിരിക്കുകയാണ്. അടുത്ത മാസം 15 16 തീയതികളിലായിരിക്കും ഈ ഒരു എതേറിയത്തിന്റെ ഫൈനൽ അപ്ഗ്രേഡ് ആയിട്ടുള്ള എതേറിയം 2.0 സംഭവിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു 5 പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ ഓരോ ഘട്ടങ്ങളിലും എതേറിയം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം എനർജി കൺസംപ്ഷൻ ആയിരുന്നു. ഈ പ്രൂഫ് ഓഫ് വർക്കിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുമ്പോൾ 99.95% കുറവായിരിക്കും ഈ ഒരു എനർജി കൺസംപ്ഷനിൽ എതേറിയത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. സോ ആ ഒരു പ്രശ്നം അവിടെ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് സോൾവ് ആവുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം പ്രൂഫ് ഓഫ് വർക്ക് ആയിരുന്നു, അതും ഇവിടെ സോൾവ് ആവുന്നുണ്ട്. പ്രൂഫ് ഓഫ് വർക്കിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് അതും സോൾവ് ആവുന്നുണ്ട്. ആൻഡ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നേച്ചർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുമ്പോൾ എതേറിയം വാലിഡേറ്റേഴ്സ് ആവാനായിട്ട് 32 എതേറിയമാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. അതിന് കൂടുതൽ എതേറിയം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും അതിന് കുറവ് എതേറിയം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും യാതൊരു ഗുണവുമില്ല. 32 എതേറിയം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലിഡേറ്റർ ആവാം. അപ്പോൾ എല്ലാ വാലിഡേറ്റേഴ്സും ഈക്വൽ ആയിരിക്കും. കൂടുതൽ എമൗണ്ട് ഇട്ടിട്ടുള്ള ആൾ എന്നോ കുറവ് എമൗണ്ട് ഇട്ടിട്ടുള്ള ആൾ എന്നുള്ളൊരു വേർതിരിവൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പവർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. മൂന്നാമത്തെയും നാലാമത്തെയും പ്രശ്നങ്ങളായിട്ടുള്ള സ്കെയിലബിലിറ്റി ആൻഡ് മൈക്രോ ട്രാൻസാക്ഷൻസും നമ്മളിവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സ്കെയിലബിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള ട്രാഫിക് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഗ്യാസ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ ഈ ഷാഡിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ചെയിനുകൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ ട്രാഫിക് അവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു ഫീയോട് കൂടിയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് അവിടെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈക്രോ ട്രാൻസാക്ഷൻസും അവിടെ പോസിബിൾ ആവുന്നുണ്ട്. സ്കെയിലബിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂയും അവിടെ സോൾവ് ആവുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രശ്നമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോളിഡിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ എതേറിയത്തിനകത്ത് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതേറിയം 2.0 മാറുമ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എതേറിയത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഈ വാസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം അവിടെ സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എതേറിയത്തിൻ്റെ പ്രശ്നങ്ങളെന്നും ഈ ഓരോ ഘട്ടങ്ങളിലൂടെയും എതേറിയം 2.0 ഓരോ ഫേസസിലൂടെയും ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എതേറിയം സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ എതേറിയം 2.0 എന്ന് പറയുന്ന ഈ ഒരു അപ്ഗ്രേഡ് സംഭവിക്കുന്നതോട് കൂടിയിട്ട് എതേറിയം കൂടുതൽ എഫിഷ്യൻ്റ് ആവാനായിട്ട് പോവുകയാണ്. കൂടുതൽ ഡെവലപ്പേഴ്സ് എതേറിയത്തിനകത്ത് വരാനായിട്ട് പോവുകയാണ്. എതേറിയം ബ്ലോക്ക് ചെയിനകത്ത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഏത് ടോക്കണിലും ഉണ്ടാവുമെന്നുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾക്ക് എതേറിയം 2.0 കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.